അതുപോലെ മരുന്നുകളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ജീവിതശൈലി രോഗങ്ങളും അതിന്റെ പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് സ്നേഹപൂർവ്വം ഡോക്ടറെ സ്വാഗതം ചെയ്യാം. ഓവർ ടു യു ഡോക്ടർ. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യട്ടെ ഡോക്ടറെ? ഓക്കെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ തൃശൂർ ജില്ലയുടെ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയുർവാണി എന്ന പേരിൽ ഇങ്ങനെ ഒരു ക്ലാസ് നടത്താൻ തീരുമാനിച്ച വനിതാ കമ്മിറ്റിക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പൊതുജനങ്ങൾക്ക് ആയുർവേദത്തെ പങ്കുവച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ഒരു ദൗത്യം, അത് എത്രയും ഭംഗിയായിട്ട് നടത്താൻ നിങ്ങൾ എടുക്കുന്ന എല്ലാ ഇനീഷ്യേറ്റീവിനും അഭിനന്ദനങ്ങളും. ഒപ്പം തന്നെ നമ്മളുടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഈ കൂട്ടത്തില് ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ് എത്ര പേരുണ്ട്? 2-3 പേരാണോ? ഹേമമാലിനി ഡോക്ടർ കാണാണ്ട്, പിന്നെ ഡോക്ടർ പ്രിയ, പിന്നെ ഉഷ ഡോക്ടറും ഉണ്ട് തോന്നുന്നു. ഡോക്ടർ 3 പേര് ഞാൻ കാണുന്നുണ്ട്. ശരി. നമ്മൾ സാധാരണഗതിയിലേ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ അതിന്റെ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുക? ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് പൊതുവെ ക്ലാസ്സുകൾ എനിക്ക് താല്പര്യം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവോ? നമ്മൾ റേഡിയോ പോലെ ഇരുന്ന് കേട്ടാൽ ഒരു ക്ലാസ്സിനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. പറ്റെങ്കിൽ ക്യാമറ ഓൺ ചെയ്താലും നന്നായിരിക്കും അല്ലേ? അതെ. പറ്റില്ലായിരിക്കും തോന്നണു അല്ലെ? എല്ലാവരും വീട്ടിലെ തിരക്കുകളിലാവും. ഓണം തൊട്ടടുത്തു, എല്ലാവരും തിരക്കുകളിലാണ്, അത് നമുക്ക് മനസ്സിലാവും. എന്നിരുന്നാലും സാരമില്ല. നമ്മൾ ആയുർവേദം എന്ന് പറയുമ്പോൾ സാധാരണ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് കുറച്ച് കഷായമൊക്കെ കഴിക്കുക, കുറച്ച് പഥ്യങ്ങളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ കുറെ റെസ്ട്രിക്ഷൻസുമായിട്ട് ചേരുന്ന ഒരു ശാസ്ത്ര ശാഖയായിട്ടാണ് ആയുർവേദത്തെ നമ്മുടെ പൊതുജനം പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതായത് നമ്മുടെ ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ, ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ സ്ട്രെങ്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ കേരളത്തിലെ സ്ട്രെങ്ത് പറഞ്ഞാലോ ആയുർവേദം ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. അത് പൊതുജനത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ബോധവൽക്കരണം കുറവായതുകൊണ്ടാണെന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ. കാരണം പണ്ടേ നമ്മൾ അത്രയധികം ബോധവൽക്കരണം നടത്തിയായിരുന്നെങ്കിൽ ഒരിക്കലും പൊതുജനം ആയുർവേദത്തെ ഒരു എന്താ പറയാ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് മനസ്സിലാക്കില്ല. അതായത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു വൈദ്യശാഖ എന്ന് പറയുന്നത് പഴയ വൈദ്യന്മാർ തന്നെയാണ്. ആ വൈദ്യന്മാരുടെ അടുത്താണ് നമ്മൾ പനിക്കായാലും ചുമക്കായാലും കഫക്കെട്ടിനായാലും മറ്റെല്ലാ രോഗങ്ങൾക്കായാലും നമ്മൾ പോയിരുന്നത്. അതിനുശേഷം പിന്നീട് നമ്മുടെ സയൻസ്, മോഡേൺ സയൻസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നപ്പം നമ്മൾ ആയുർവേദം പഠിച്ച വ്യക്തികൾ അതിനെ വേണ്ട രീതിയിൽ അതിന്റെ അത്യുന്നത നിലയിലേക്ക് എത്തിക്കാഞ്ഞതുകൊണ്ട് നമ്മൾ സൈഡ് ലൈൻ ആക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ നമ്മൾ ഇപ്പോ നമ്മുടെ ആയുർവേദ കമ്മ്യൂണിറ്റി നന്നാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഭാരതത്തിന്റെ അത്രയും വലിയൊരു ട്രഷറാണ് നമ്മുടെ ആയുർവേദം. ഈ ട്രഷറിനെ നമ്മൾ വാല്യൂ ചെയ്യാതെ അല്ലെങ്കിൽ ഈ ട്രഷറിനെ നമ്മൾ മനസ്സിലാക്കാതെ ഒരിക്കലും പുറത്തുള്ള ആൾക്കാർക്കും മനസ്സിലാവില്ല. എന്നാൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ പുറത്തുള്ള ആളുകൾക്കാണ് നമ്മളെക്കാളും ആയുർവേദത്തിന് വാല്യൂ. അവരാണ് നമ്മുടെ സയൻസ് അത്രയും ഡെപ്തിൽ പഠിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഡോക്ടർക്കൊക്കെ അറിയായിരിക്കും, പല വിദേശികളും വരുമ്പോൾ അവര് ഇപ്പൊ ഈ ആന്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് ഒക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടി അനുഭവിക്കുന്ന ആൾക്കാർ. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മെഡിസിൻ ഇല്ല, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് മാത്രമേ അതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത്രത്തോളം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ ആയുർവേദത്തിലെ ഇങ്ങനത്തെ ചികിത്സകളെയൊക്കെ പറഞ്ഞുള്ള ലെക്ചറിങ്ങും ക്ലാസ്സുകളും എല്ലാം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറമെ എൻ്റെ സാധാരണയുള്ള പ്രാക്ടീസിലുള്ള ചില ചെറിയ ജീവിതാനുഭവങ്ങൾ, അതിനകത്തെ ഒരു എക്സാമ്പിൾ ആണ് ഒരു ഡേവിസ് ചേട്ടൻ. അപ്പോൾ ഡേവിസ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ എൻ്റെ ഒ പിയിൽ കയറി വന്ന ഒരാളാണ്. ഈ ഡേവിസ് ചേട്ടൻ രാവിലെ ഒ പിയിൽ വന്നിട്ട് സ്കിൻ ഡിസീസിനാണ് ട്രീറ്റ് ചെയ്യണേ. അപ്പോൾ ആ കണ്ടീഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ട്രീറ്റ്മെന്റ് ആളോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ഡോക്ടറെ രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് എനിക്ക് ഫ്രീ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ടൈമിൽ ഡോക്ടർ എനിക്ക് ട്രീറ്റ്മെന്റ് അറേഞ്ച് ചെയ്ത് തരണം, അല്ലാത്തൊരു സമയം എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു എന്താണ് കാരണം, ഈ 9 മണി മുതൽ 11 മണി വരെ ഉള്ള സമയത്ത് എന്താ അത്രയും നിർബന്ധമായിട്ട് പറയണേന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, എൻ്റെ വൈഫിന് ഡയാലിസിസ് ഉണ്ട്. ഈ ഡയാലിസിസ് 9 മണിക്ക് ഞാൻ ആളെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മണി ആകുമ്പോഴത്തേക്കൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടൈമിലാണ് ഞാനിവിടെ ട്രീറ്റ്മെന്റ് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടുത്ത വായിക്ക് ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചോദിക്കുക, ആള് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എന്ന് ചോദിക്കും. അപ്പം അതേപോലെ തന്നെ ഞാൻ ചോദിച്ചു, ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നോ വൈഫ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കിഡ്നി ഡിസീസ് വന്നത്? ആ ചോദ്യത്തില് അയാൾ പറഞ്ഞ മറുപടി
ശരിക്കും എന്നെ പോലും ഒന്ന് വിഷമിപ്പിച്ചു. കാരണം അയാൾ പറഞ്ഞ മറുപടി, ഡോക്ടറെ അയാൾ ഡയബറ്റിക് ഒന്നും ആയിരുന്നില്ല, സ്കൂൾ ടീച്ചറായിരുന്നു. ഒരു കുപ്പി വെള്ളത്തിൽ തീരാവുന്ന പ്രശ്നമായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു കുപ്പി വെള്ളത്തിൽ തീരാവുന്ന പ്രശ്നമായിരുന്നു എന്ന് പറയുമ്പോൾ അത് വെള്ളം കുടിയുടെ ഇമ്പോർട്ടൻസിനെ അല്ല കാണിക്കണേ. വെള്ളം കുടി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഈ ടീച്ചർ ആയിരുന്നത് കൊണ്ട് ഇവർക്ക് ബാത്റൂമിൽ, പബ്ലിക് ബാത്റൂമുകളൊന്നും, സ്കൂളിലെ ബാത്റൂമുകളൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവർ സ്ഥിരം ചെയ്തിരുന്നത് വീട്ടിൽ നിന്ന് പോവും, ഗവൺമെന്റ് ടീച്ചറാണ്, അപ്പൊ പല സ്ഥലങ്ങളിൽ അവർക്ക് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഏത് സ്ഥലത്ത് പോയാലും തിരിച്ച് വീട്ടിൽ വന്നില്ല അല്ലാതെ ഇവർ മൂത്രം ഒഴിക്കില്ല. അപ്പൊ രാവിലെ അതനുസരിച്ച് വെള്ളവും കുടിക്കുള്ളൂ. ഇത്രയും വളരെ മിനിമം ആയിട്ടുള്ള വെള്ളത്തിന്റെ ഉപയോഗം ശരീരത്തിലും ടോട്ടലി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത രോഗം മൈഗ്രെയിനാണ്. ഈ മൈഗ്രെയിനിന് അവർ ട്രീറ്റ് ചെയ്യുന്നില്ല. കാരണം അവർ ട്രീറ്റ് ചെയ്യുന്നത് മൈഗ്രെയിനെ ഗുളിക കൊണ്ട് മാത്രമാണ്, അല്ലാതെ അവരൊരിക്കലും മൂത്രം ഒഴിക്കാനോ വെള്ളം കുടിക്കാനോ തയ്യാറായിട്ടില്ല. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അവരങ്ങനെ ഈ സ്ഥിരമായിട്ട് ബാഗിൽ മൈഗ്രെയിനിന് വേണ്ടി മൈഗ്രെയിൻ കുറയ്ക്കാനായിട്ടുള്ള ഗുളികകള്, വേദനാസംഹാരികളൊക്കെ ആരുടെയും അഡ്വൈസ് ഇല്ലാതെ ഇഷ്ടം പോലെ കയ്യിൽ കരുതിയാണ് അവരുടെ കിഡ്നി ഡാമേജ് ആയിപ്പോയത്. അപ്പോൾ ആ ഒരു കഥ എന്ന് പറയുന്നത് ഞാൻ പൊതുവെ ഏത് ക്ലാസ് എടുത്താലും ഞാനത് പങ്കുവെക്കും. കാരണം അത് അയാളുടെ ഉള്ളിലുള്ള ഒരു വിഷമോ, അയാള് തിരിച്ചറിഞ്ഞൊരു കാര്യം, ഒരു കുപ്പി വെള്ളത്തിൽ തീരാവുന്ന പ്രശ്നമായിരുന്നു എൻ്റെ വൈഫിനുള്ളതെന്ന്. അതിലും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും റിട്ടയർമെന്റ് ഏജിലുള്ള ആൾക്കാരാണ്. റിട്ടയർമെന്റ് ആണ് പൊതുവെ നമുക്കൊരു ഗോൾഡൻ ഇയേഴ്സ് ആയിട്ട് പറയാം അല്ലെ. നമ്മളൊന്ന് സെറ്റിലായി അധ്വാനമൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ, മക്കളുടെയും കൊച്ചുമക്കളുടെ ഒക്കെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ തോന്നുന്ന സമയം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലൊക്കെ പോകണം, ഒന്ന് കറങ്ങി അടിക്കണം, ചുറ്റി അടിക്കണം എന്നൊക്കെ തോന്നുന്ന സമയമാണത്. ആ സമയത്ത് ഇവർക്ക് ആന്ധ്രാപ്രദേശിലൊരു കല്യാണം വന്നപ്പോൾ ഇവർ പോകുന്നത് അന്നത്തെ ഫ്ലൈറ്റിന് പോയി. കാരണം ഈ പേഷ്യന്റിന് കംഫർട്ടബിൾ സ്വന്തം അടുത്തുള്ള ഹോസ്പിറ്റൽ മാത്രമാണ്. അപ്പോൾ അന്നത്തെ ഫ്ലൈറ്റിന് പോയി കല്യാണം അറ്റൻഡ് ചെയ്ത് തിരിച്ച് അന്ന് തന്നെ അവർ മടങ്ങി വരികയാണ്. കാരണം പിറ്റേ ദിവസം ഡയാലിസിസ് ഉണ്ട്. ഒന്ന് ഓർത്തു നോക്കണം, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിൽ ഉണ്ടായ ഒരു ചെറിയ അപാകത കൊണ്ട് അവരുടെ ഗോൾഡൻ ഇയേഴ്സിൽ അവർ എത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ ഇത്തരത്തിലാണ് പലപ്പോഴും നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുക. അവരൊരു അറിവില്ലാത്ത സ്ത്രീ ആയിരുന്നില്ല, ഒരു ടീച്ചറാണ്. അപ്പൊ ഈ ടീച്ചർക്ക് ഇത്രത്തോളം നമ്മുടെ ബോഡീനെ അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൊതുജനത്തിന് പലർക്കും ഇങ്ങനെയുള്ള അഡ്രസ്സിങ് ശരിയായിട്ട് നടത്താത്തത് കൊണ്ട് വരുന്ന രോഗങ്ങളാണ് ഒട്ടുമിക്കതും. ഇപ്പോൾ നട്ടില സംബന്ധ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾക്കോ ഒക്കെ നമ്മുടെ അടുത്ത് പല പേഷ്യൻസും വരുമ്പോഴും അവരുടെ ഹിസ്റ്ററിയിൽ ഉണ്ടാവും ഈ ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന് എതിരെയുള്ള കുറേ കാര്യങ്ങൾ. ഒരു ഷാഹിൻ എന്ന് പറഞ്ഞൊരു കുട്ടി, ഒരു കല്യാണപ്രായമായ ഒരു പയ്യൻ, നമ്മുടെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് കല്യാണപ്രായമായ ഒരു പയ്യൻ നമ്മുടെ ഒ പിയിൽ വന്നു. അപ്പോൾ ഒ പിയിൽ വന്നപ്പോൾ കുട്ടി, പയ്യൻ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു പയ്യനാണ്. പയ്യനും പയ്യന്റെ ഉപ്പയും ഉമ്മയും കൂടെയാണ് ഒ പിയിലേക്ക് കടന്നു വരണേ. ഒ പിയിൽ വന്നു, അതിനുശേഷം വാതിലടച്ചു. അപ്പം ഈ പയ്യന്റെ വൈഫ് പുറത്തിരിക്കുകയാണ്. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചു കേട്ടോ, എന്താണ് വൈഫിനെ പുറത്തിരുത്തിട്ട് ഉപ്പയും ഉമ്മയും ഈ മോനും കൂടെ അകത്ത് വരണേന്ന്. അപ്പോ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന് ഹോൾ ബോഡി സോറിയാസിസ് ആണ്. അപ്പോ ഞാനത് അത്രയും ഇവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ വൈഫിന് അത് അഡ്ജസ്റ്റ് ചെയ്യാനും അഡ്മിറ്റ് ചെയ്യാനും പറ്റാത്തൊരു ഘട്ടത്തിൽ അതിന്റെ ഒരു ചെറിയ കൗൺസിലിംഗ് കൂടെ കൊടുക്കാനായിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരണേ. അപ്പം കൊണ്ടുവന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്തു പറ്റി ഇയാൾക്ക് ഇത്രയും ചെറുപ്പത്തിലെ സോറിയാസിസ് വരാൻ? അപ്പോ ചോദിച്ച വഴി ഇപ്പുറത്തിരുന്ന് ഉമ്മ കരഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു, എന്താ ഇനിയിപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയേ? അപ്പൊ ഭയങ്കര കരച്ചിൽ നിർത്തുന്നില്ല. പിന്നെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ ഗൾഫിലായിരുന്നു, ഞാനും ഭർത്താവും മക്കളും ഒക്കെ ഗൾഫിലാണ്. അവിടെ ഞങ്ങൾക്ക് ചെമ്മീൻ ധാരാളമായിട്ട് കിട്ടുമായിരുന്നു. ചെമ്മീനാണ് എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. 2 ആൺകുട്ടികളാണുള്ളത്. 2 പേർക്കും ഒരു 365 ദിവസത്തില് 360 ദിവസം ഞാൻ ചെമ്മീൻ കുട്ടിയാണ് ഭക്ഷണം കൊടുക്കുക. ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും അമിതമായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫിഷ് പ്രോട്ടീൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ പയ്യന്റെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള ഹോൾ ബോഡി സോറിയാസിസ്. അപ്പൊ ഇത്തരത്തിൽ പല അസുഖങ്ങളെയും നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല പല രോഗങ്ങൾക്കും കാരണം നമ്മൾ ചെയ്യുന്ന ചെറിയ 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 തെറ്റുകളാണെന്ന്. അപ്പൊ ഈ തെറ്റുകളെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക. അതേപോലെ തെറ്റുകളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ പൊതുവെ കുറച്ചെങ്കിലും ഒക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള വീഡിയോസ് കാണുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് എടുക്കുക. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നല്ല ഡോക്ടേഴ്സിന്റെ വീഡിയോസ് മാത്രമേ കാണാവൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ ഒന്നും പിന്നാലെ നമ്മൾ പോകരുത്. കാരണം അതിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും യാതൊരു ഐഡിയ ഇല്ല.
ഇപ്പൊ നമ്മൾ പറയും സിംഗിൾ ഡ്രഗ് തെറാപ്പി. ഇപ്പൊ ചിലർ പറയും ഒറ്റമൂലി ഞാൻ കഴിച്ചു. ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മൂലിക അതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. മരുന്ന് ചോദിക്കുമ്പോൾ 5-6 സാധനം ചേർന്നാണ് ഈ ഒറ്റമൂലി. അപ്പൊ അത്തരത്തില് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ചികിത്സാ രീതികളും ഉണ്ട്. ഇതൊന്നും നമ്മൾ കൂടുതൽ കാലമോ കൂടുതൽ സമയമോ നമ്മൾ കഴിക്കാനും ചെയ്യാനും പാടില്ലാത്തതാണ്. മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ, കൃത്യമായ ഒരു ആയുർവേദ ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഒരു തരത്തിലുള്ള ഒറ്റമൂലികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഈ ജീവിതശൈലി രോഗങ്ങളിലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്വസ്ഥമായിട്ടുള്ള മനസ്സ്. സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സും സ്വസ്ഥമായിട്ടുള്ള ഒരു ശരീരവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സ്വസ്ഥമായിട്ടുള്ള മനസ്സ് എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുക? സ്വസ്ഥമായിട്ടുള്ള മനസ്സ് എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുക? കൂട്ടത്തിൽ ആർക്കെങ്കിലും 1-2 ഉത്തരമെങ്കിലും പറയാവോ? ആര്യ ഡോക്ടർ തന്നെ പറയേണ്ടി വരുമോ? ആര്യ ഡോക്ടർ മ്യൂട്ടാ. സ്വസ്ഥമായിട്ടുള്ള മനസ്സ് എങ്ങനെയാ ഉണ്ടാക്കാം? കേക്കട്ടെ ഒന്ന്. സമാധാനമായിട്ട് ഇരിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഏ സമാധാനമായിട്ട് ഇരിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെ ആദ്യത്തെ കാര്യം. നമ്മൾ എന്തായാലും ഈ എന്താ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കും, എന്താ രാഖി, എന്താണ് ഈ സ്വസ്ഥമായിട്ടുള്ള മനസ്സിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെയാണ് മനസ്സിന് സ്വസ്ഥത കാണാം? എങ്ങനെ കണ്ടെത്താൻ പറ്റും നമുക്ക് മനസ്സിന്റെ സ്വസ്ഥതേനെ? നമസ്കാരം ഡോക്ടർ. ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകുമ്പോഴേ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ആരോഗ്യമുള്ള ശരീരം ഇല്ലെങ്കിലും മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തൂടെ? രണ്ടും ഒരേപോലെ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഒരേപോലെ വേണം. അപ്പൊ ആരോഗ്യമുള്ള മനസ്സുണ്ടാവാൻ, ഞാൻ ആദ്യത്തെ പടിയാണ് പറഞ്ഞത്, ആരോഗ്യമുള്ള മനസ്സുണ്ടാവാൻ നമ്മൾ എന്താ വേണ്ടേ? സന്തോഷായിട്ടിരിക്കണം. സന്തോഷമായിട്ടിരിക്കണം. പിന്നെ പിന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സിന് ഏകാഗ്രത കൊടുക്കുക. പിന്നെ അറിയില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ടോ എപ്പോഴെങ്കിലും? സമയം കിട്ടുമ്പോൾ. അപ്പം മതിയോ ആരോഗ്യവും? അതുപോലെ അതുപോരാ. അപ്പൊ അതാണ് നമ്മൾ ഈ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കഥ. നമ്മൾ മനസ്സിനെ സ്വസ്ഥമാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യമുണ്ട്. ഇവിടെ സാധാരണ ഈ ബൈബിളിലൊക്കെ പറയുന്ന പോലുള്ള കാര്യ. എന്താ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടത്? ആർക്കെങ്കിലും പറയാവോ? മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം മനസ്സിന് ആരോഗ്യം സ്വയം ജനിക്കും. അതെന്തൊക്കെയായിരിക്കും? പോയി. എന്നാലും ആർക്കെങ്കിലും ഒരു ഹിന്റെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ക്ഷമിക്കാൻ പഠിച്ചാൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ഉണ്ടാവുമോ? കുറെയൊക്കെ ഉണ്ടാവോ? കുറെയൊക്കെ വൈകുന്നേരം രാവിലെ അമ്മ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ചേട്ടൻ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ കൊച്ചുമായിട്ട് തല്ലുകൂടി, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു ടെൻഷനാ ഇല്ലേ? അല്ലെ ആ ദിവസം മുഴുവൻ നമ്മുടെ തലയിൽ എന്തൊരു ഭാരാ തോന്നാറില്ലേ? അപ്പൊ ആ ഒരു സാധനം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് വളരെ വാല്യുബിൾ ആണ്. ഫോർഗീവ്നെസ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. ക്ഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വലിയ ആരോഗ്യം ഉണ്ടാവും. അത് നമുക്ക് വേറെ ആർക്കും പറിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റുന്ന സാധനമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ജനിക്കേണ്ടതാ. ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും മനസ്സിന് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും, അല്ലെ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, അത് നമ്മൾ അങ്ങോട്ട് ക്ഷമിച്ചേക്കാം. ആ ഒരു കാര്യം നമ്മൾ നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ പകർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുത്താൽ അവരുടെ മനസ്സും ആരോഗ്യമുള്ളതാവും. ക്ഷമിച്ചാൽ മാത്രം മതിയോ? ക്ഷമിച്ചാൽ മാത്രം പോരാ, നമുക്ക് കുറച്ച് നന്ദിയും കൂടി ഉണ്ടാവണം. കാരണം ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് അത്രയും പേരുടെ സഹായം കൊണ്ടാ, അല്ലേ? ഇപ്പൊ രാഖി എഴുന്നേറ്റ് നടന്നു, ഇപ്പൊ രഞ്ജി എഴുന്നേറ്റ് നടന്നു, ബിന്ദു എഴുന്നേറ്റ് നടന്നു, ശ്രീദേവി എഴുന്നേറ്റ് നടന്നു. കുറച്ച് ആൾക്കാരുടെ പേര് മാത്രം എനിക്ക് കാണാനല്ലോ കേട്ടാ. മീര എഴുന്നേറ്റ് നടന്നു. ഇവരൊക്കെ എഴുന്നേറ്റ് നടക്കുമ്പോ നമ്മളെ താങ്ങാനും തഴുകാനും നമ്മളെ ഒരു കൈപ്പിടി നമുക്ക് സഹായം തരാനും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ നമുക്കൊരു ഇത്തിരി നന്ദി ഉണ്ടാവാം.
ഈ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ആണ് ശരിക്കും നമ്മുടെ മൈൻഡിന്റെ ഏറ്റവും വലിയൊരു ബൂസ്റ്റിംഗ് എനർജി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അസുഖങ്ങൾ അധികം കുടിയിരിക്കില്ല. ക്ഷമിക്കാനും പറ്റണം, നന്ദി ഉണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഓരോ ദിവസത്തെ നമ്മുടെ ലൈഫ് എത്രത്തോളം ഭംഗിയുള്ളതാവുന്നു ഇല്ലേ? പിന്നെ ഇങ്ങനെയുള്ള കുറെ കോൺവെർസേഷൻസും കുറെ ടോക്സും ഡോക്ടേഴ്സിന്റെ കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കും. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാ പ്രാവർത്തികമാക്കാൻ പറ്റുക? എന്തെങ്കിലും പ്രാവർത്തികമാക്കുവോ? അതോ കേട്ട വഴി പോയി അങ്ങനെയാണോ? എന്തെങ്കിലും കേൾക്കുവോ? അപ്പൊ അങ്ങനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? നമ്മുടെ സാധാരണയുള്ള സ്വഭാവം ഒന്ന് ചെറുതായിട്ട് മാറണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറിയേക്കണം. ഇന്ന് നീ ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിലാണെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മൾ രണ്ടോ മൂന്ന് പേര് 2-3 കാര്യം കൂടി സഹകരിച്ച് ചെയ്യാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം ഒരാള് ഉത്തരവാദിത്വം ഇല്ലാണ്ടിരിക്കുക, മറ്റു 2 പേരും നല്ല ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നമ്മളെ കുറിച്ചുള്ള തോന്നൽ എന്തായിരിക്കും? ഇവളെ കൂടെ കൂട്ടിയത് പണിയായി, അങ്ങനെയല്ലേ തോന്നാ? അപ്പൊ നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ മാറ്റണം. ഇവളും ചെയ്യുന്നുണ്ട്, എന്നാലേ ഞാൻ ചെയ്യുള്ളൂ, അല്ല അവള് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് മാറിപ്പോണം. അപ്പൊ നമ്മൾ ഫോർഗീവ്നെസ് പഠിച്ചു, ക്ഷമിക്കാൻ പഠിച്ചില്ലേ? ക്ഷമിക്കാൻ പഠിച്ചു, നന്ദിയോടെ എല്ലാരെ കാണാനും കേൾക്കാനും പഠിച്ചു. നമ്മുടെ കുഞ്ഞൊരു സഹായം ചെയ്താൽ പോലും ആ കുഞ്ഞിനോട് നമുക്ക് നന്ദി ഉണ്ടാവണം. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചെയ്ത കാര്യങ്ങളോടെല്ലാം നമുക്ക് നന്ദി ഉണ്ടാവണം. നമ്മുടെ ഹസ്ബൻഡോ, നമ്മുടെ സ്കൂളിലുള്ളവരോ, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരോ നമുക്ക് ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വരെ നമുക്കൊരു മനസ്സിലൊരു നന്ദി ജനിച്ചാൽ അവിടെ നമുക്കൊരു പുണ്യം കിട്ടിയെന്ന. അപ്പൊ ഇങ്ങനെയുള്ളൊരു മനസ്സുണ്ടെങ്കിലേ അതേപോലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശരീരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ആദ്യം നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാനുള്ള ചില ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹാബിറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുക, പിന്നെ നിരുപാധികമായിട്ട് എല്ലാവരെയും അങ്ങോട്ട് സ്നേഹിച്ചേക്കാം കേട്ടോ. ഒന്നും നമ്മൾ എടുത്തു വെക്കാനില്ലെങ്കിലോ എല്ലാവർക്കും നമ്മൾ നന്ദി പറഞ്ഞാലോ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എല്ലാവരുടെയും സ്നേഹം തന്നെയല്ലേ തോന്നുള്ളൂ, ദേഷ്യോ വൈരാഗ്യം ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവര് തമ്മിലുള്ള അടി ഉണ്ടാവണോ, അല്ലെങ്കിൽ അതിന് നമ്മളൊരു ഇത്തിരി സ്ക്രൂ കയറ്റി കൊടുക്കണോ, അത് ഇങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞ് നമ്മൾ പോയി ഒരു പരദൂഷണം പറയണു. എന്നിട്ട് ആ പരദൂഷണത്തിന്റെ ടെൻഷനിൽ നമ്മൾ നടക്കണു, നമുക്കാണ് ക്യാൻസർ വരിക, അല്ലെങ്കിൽ നമുക്കാണ് ഹൈപ്പർ ടെൻഷൻ വരിക. ഈ പറയുന്ന ആൾക്കാരൊന്നും ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് നടന്നു പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ നമ്മൾ ആദ്യം നല്ല നമ്മുടെ കൈപ്പിടിയിലാക്കണം. രണ്ടാമതാണ് നമ്മുടെ ജീവിതശൈലിയിലെ കറക്ഷൻസ്. അപ്പൊ മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ നമ്മൾ സിങ്ക്രണൈസ്ഡ് ആയിട്ട് നമ്മൾ കൈ പിടിക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യവാനായിരിക്കുക. ഈ ആരോഗ്യത്തിന്റെ ഡെഫിനിഷൻ ഉണ്ട്. അവന്റെ ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യം പോലെ തന്നെയാണ് സാമൂഹികമായിട്ടുള്ള ആരോഗ്യം. കേട്ടിട്ടില്ലേ? ചിലർ പറയും വീട്ടിൽ അവൻ ഭയങ്കര ബഹളക്കാരനാ, പുറത്തു ഭയങ്കര വലിയ പൊതുപ്രവർത്തകനാ. അയാൾക്ക് ശരിക്കും മാനസികാരോഗ്യം ഉണ്ടോ? ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലും പുറത്തും എല്ലാം ഒരേ ആറ്റിറ്റ്യൂഡിൽ ഒരേ കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെ ആരോഗ്യം ഒരേപോലെ ഉണ്ടാവുക. മനസ്സിന്റെ കാര്യം പിടിയിട്ടില്ലേ? ആദ്യത്തെ കഥയിൽ നിന്ന് നമുക്ക് വെള്ളം കുടിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? അപ്പൊ ഈ മനസ്സിന്റെ കാര്യങ്ങളും അതേപോലെയുള്ള വെള്ളം കുടിയുടെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിയ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈലിനെയും നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഞാൻ സാധാരണ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന രോഗം എന്ന് പറയുന്നത് വെരിക്കോസ് വെയിനാണ്. ഈ വെരിക്കോസ് വെയിന്റെ പേഷ്യൻസ് സാധാരണഗതിയിൽ വരുമ്പോൾ വെരിക്കോസ് വെയിന് അല്ലെങ്കിൽ ഡയബറ്റിക് അൾസേഴ്സ്, കാലിന് ആംബ്യൂട്ടേഷൻ ഒക്കെ പറയുന്ന കേസുകളിൽ അവർക്കുള്ള ട്രീറ്റ്മെന്റ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതിൽ ആംബ്യൂട്ടേഷന് വരുന്ന പേഷ്യൻസിന് എല്ലാവർക്കും പ്രമേഹം അവരുടെ ഒരു ജീവിതശൈലി രോഗം. മിക്ക പേഷ്യൻസും ഡയബറ്റിക് ആയിരിക്കും. ഈ ആംബ്യൂട്ടേഷൻ പറഞ്ഞു വരുന്നവർ, കാല് മുറിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞു വരുന്നവരൊക്കെ പ്രമേഹത്തിന്റെ പിടിയിലുള്ളവരായിരിക്കും. ഞാനിപ്പോൾ സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്, എനിക്ക് ആ ലാസ്റ്റ് സ്റ്റേജ് പേഷ്യന്റിനെ വേണ്ട. കാരണം ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് വളരെയധികം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ആ രോഗി. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് എത്താതിരിക്കാനുള്ള അവയർനെസ് അല്ലെങ്കിൽ അവർക്കുള്ള ബോധവൽക്കരണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കണേ. അപ്പൊ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആർക്കെങ്കിലും എങ്ങനെയാണ് പ്രമേഹം വരുന്നതെന്ന് ഒന്ന് ഷെയർ ചെയ്യാവോ? രഞ്ജി, ശ്രീദേവി, ബിന്ദു, കാണുന്ന പേരൊക്കെ വിളിക്കുകയാണ് കേട്ടോ. ആർക്കെങ്കിലും ഒന്ന് പറയാവോ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ജനിക്കുന്നത്? വോയിസ് ആയാലും മതി, വീഡിയോ വേണമെന്നില്ല. രക്ഷയില്ല അല്ലേ? എങ്ങനെയാ സാധാരണ പ്രമേഹം കാണുക നമ്മുടെയൊക്കെ ശരീരങ്ങളിൽ? എങ്ങനെയാണ് പ്രമേഹം കണ്ടു തുടങ്ങുക?
എങ്ങനെയാണോ രാഖി? എന്തായാലും രാഖി നേരെ ഉണ്ടല്ലോ. എങ്ങനെയാണ് പ്രമേഹം കണ്ടു തുടങ്ങുക? പറഞ്ഞോ. മാതാപിതാക്കളിൽ നിന്ന് ചില സമയങ്ങളിൽ ജനറ്റിക് ആയിട്ട് ഓക്കെ. ഡയബറ്റിക് അങ്ങനെ ആവാറുണ്ട്. ആ പിന്നെ നമ്മുടെ ആഹാര രീതികള് ആ വ്യത്യാസത്തില് ആ ചില ആ സമയങ്ങളില് ഓക്കെ. ആ പിന്നെ ഇൻസുലിൻ ഭക്ഷണ രീതി. ഇൻസുലിന്റെ ആ നമസ്കാരം പറഞ്ഞോ ബിന്ദു. ഡോക്ടർ. സ്ഥിരമായി നമസ്കാരം, ഗുളിക പറഞ്ഞോ. കഴിക്കുന്നവർക്ക് വരുന്നുണ്ട്. ആ സ്ഥിരം അലോപ്പതി മരുന്ന് കഴിക്കുന്നവർക്ക് ഷുഗർ വരുന്നുണ്ട്. ഓക്കെ. ആ ഓക്കെ. പിന്നെ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. ആ പാരമ്പര്യമായിട്ട് അച്ഛനോ വരുന്നുണ്ട്. അമ്മയ്ക്കോ ഓക്കെ. ഉണ്ടെങ്കിൽ വരാൻ സാധ്യത. ആ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും അറിവില് പ്രമേഹം വരണ വഴികൾ, അല്ലെ? ആ അറിവുകളൊക്കെ ശരി തന്നെയാ. പാരമ്പര്യം ഒരു ഘടകമാണ്. പക്ഷെ പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ആയുസുള്ളിടത്തോളം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് കഴിക്കണം, അതുകൊണ്ട് പ്രമേഹം ഒന്നും ഞാൻ നോക്കണില്ല, പറയാറില്ലേ പലരും? പക്ഷെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ അവർ ദയനീയമായിട്ട് നോക്കിയിട്ട് വീട്ടുകാരോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ട്. അത് അവർ കടന്നുപോയി കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ എന്നും ഒരു നീറ്റില്ല. അതുകൊണ്ട് രോഗങ്ങളെ ഒന്നും നമ്മൾ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യേണ്ട കേട്ടോ. പ്രമേഹ രോഗം പ്രത്യേകിച്ച്, പ്രമേഹ രോഗങ്ങളെ ഒന്നും ഒരിക്കലും നമ്മൾ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യാനുള്ള രോഗമല്ല. വേണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു രോഗമാണ് പ്രമേഹം. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രമേഹത്തെ കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം അത് തന്നെയാണ്. പ്രമേഹത്തെ കുറിച്ച് നമ്മൾ പറയുന്നതിനകത്ത് മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ, ഈ പ്രമേഹം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വന്നാലും, പാരമ്പര്യമായിട്ട് ഇപ്പൊ ഞാനൊരു പാരമ്പര്യമായിട്ട് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. എന്റെ പപ്പയ്ക്കും ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്, എന്റെ അപ്പാപ്പനും ഉണ്ട്, എല്ലാവർക്കും പ്രമേഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും വേണമെങ്കിൽ പ്രമേഹം വരായിരുന്നു. ഒരു പ്രാവശ്യം എനിക്കൊരു ന്യൂമോണിയ വന്നപ്പോൾ എനിക്ക് പ്രമേഹം വന്നു. കാരണം ആ സമയത്ത് സ്റ്റിറോയിഡ്സ് എടുക്കേണ്ടി വന്നപ്പോഴാണ് പ്രമേഹം വന്നത്. പക്ഷെ ആ വന്ന പ്രമേഹത്തെ അങ്ങനെ തന്നെ പുറത്തള്ളി കളയാൻ ഞാൻ എന്റെ ബോഡീനെ ട്രെയിൻ ചെയ്തു. ആ പ്രമേഹത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഭക്ഷണശൈലി, മനസ്സിന്റെ സ്വസ്ഥത, ഇതൊക്കെ കുറച്ച് നാളെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കും. കൂടുതൽ പ്രമേഹം വരാത്തവർക്ക്, വരാൻ സാധ്യതയുള്ളവർക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴികൾ നിങ്ങൾ അടിയന്തരമായിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പിറ്റേ മാസം തൊട്ട് ബോഡി അതിൽ നിന്ന് ബെറ്റർമെന്റ് നമുക്ക് തരാം. അല്ലാതെ ഒരു ഡോക്ടറെ കാണിച്ചു, പ്രമേഹം കൺട്രോൾഡ് ആയില്ല, അടുത്ത ഡോക്ടറെ കാണിച്ചപ്പോൾ വേറൊരു കോമ്പിനേഷൻ മെഡിസിൻ തന്നു, അപ്പൊ അതിൽ പ്രമേഹം കൺട്രോൾഡ് ആയി. ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ 2 മെഡിസിനിൽ നിൽക്കാതെ അടുത്ത ഒരു മരുന്നിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അത്തരത്തിൽ നമ്മൾ പ്രമേഹത്തെ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരണേ. അപ്പൊ പ്രമേഹത്തിനെ നമ്മൾ മാറ്റി നിർത്താൻ നമ്മൾ എന്താ വേണ്ടേ? പ്രധാനമായിട്ട് എന്താ വേണ്ടേ? ടെൻഷനൊക്കെ വന്നാലും മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിലൊക്കെ പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും സാധാരണ നമ്മുടെ ഭക്ഷണശൈലി അല്ലെ, ഈ ഡാമൊക്കെ എങ്ങനെയാ പൊട്ടുക? ഡാം പൊട്ടുന്നത് എങ്ങനെയാ? വല്ലാണ്ടെന്ന് അറിയുമ്പോഴല്ലേ? വർഷകാലത്ത് ഭയങ്കരമായിട്ടെന്ന് അറിയുമ്പോഴല്ലേ? സമൃദ്ധിയല്ലേ? അതെന്തുകൊണ്ടാ? എനർജി അത്രയും സ്റ്റോർ ചെയ്തേക്കാം. ആ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജീനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അപ്പൊ അത് പൊട്ടിപ്പോവും. അതേപോലെ നമ്മുടെ ഉള്ളില് അമിതമായിട്ടുണ്ടാകുന്ന സ്റ്റോറേജ് ആണ് ചിലപ്പോൾ പ്രമേഹത്തിനും ഹാർട്ടിന്റെ വെസൽസിന് ഡാമേജ് വരുന്നതിനൊക്കെ കാരണമാണ്. അപ്പൊ നമ്മൾ നല്ലോണം നമ്മൾ ബോഡിയിൽ ഈ സാധനങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു ദിവസം രാവിലെ നമ്മൾ സ്റ്റോർ ചെയ്ത വസ്തുവിനെ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ, അല്ലെങ്കിൽ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ കുറെ പുറന്തള്ളി കളയണം. ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഈ പ്രയാസം ഉണ്ടാവണേ. നമ്മുടെ പഴയ അധ്വാനം നമുക്ക് ആർക്കെങ്കിലും ഇന്നുണ്ടോ? പഴയ അധ്വാനം ഇല്ലല്ലോ. തൂമ്പയും കൈക്കോട്ടും എടുത്ത് കിളയ്ക്കുന്ന ആളുകളോടല്ല ഈ ചോദ്യം. സാധാരണഗതിയിൽ മെജോറിറ്റി ആളുകൾക്കും, ഒരു 90% ആളുകൾക്കും ഇന്ന് കൈക്കോട്ട് എടുക്കലും തൂമ്പ എടുക്കലും ഒന്നുമില്ല. അതിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വരുത്തുകയാണ്. അവർക്ക് പ്രമേഹം ഇല്ല കേട്ടോ. ഇപ്പൊ അവർക്ക് കണ്ണട ഇല്ല, പ്രമേഹം ഇല്ല, ഇതൊന്നും ഇല്ല കേട്ടാ. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചെയ്തു പോകുമ്പോ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഈസി ആയിട്ട് ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഭക്ഷണം ഒന്ന് ക്രമീകരിക്കാം. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എടുത്തപ്പോൾ അതിൽ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് വെള്ളം കുടിക്കണം, കൃത്യമായി ഉറങ്ങണം, ഇതൊക്കെ പറഞ്ഞു തന്നില്ലേ? കേട്ടായിരുന്നോ കഴിഞ്ഞ ദിവസം ആരെങ്കിലും ഈ ക്ലാസ്സുകളൊക്കെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോയാല് നമ്മുടെ ലൈഫ് സൂപ്പർ ആയിരിക്കും. നമ്മളൊരു 50 വയസ്സാവുമ്പോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന മുഴുവൻ സമ്പാദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിക്ക് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ജീവിതശൈലി എന്ന് പറയുന്നത് ആർക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള രോഗമല്ല, നമ്മൾ ഓരോരുത്തരും ക്ഷണിച്ചു വരുത്തുന്ന രോഗം.
ആ ക്ഷണിച്ചു വരുന്ന രോഗം. ഇപ്പൊ വെരിക്കോസ് വെയിന്റെ പേഷ്യൻസിന്റെ കാര്യം പറഞ്ഞാൽ മുഴുവൻ പറഞ്ഞില്ല. അപ്പൊ ഈ വെരിക്കോസ് വെയിന്റെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ സാധാരണ പഥ്യം പറയും. എന്താണ് പഥ്യം? ടാക്കി തന്നെ പറഞ്ഞോ, അല്ലെ ബിന്ദു അമ്മ പറയും. എന്താണ് പഥ്യം? എരിവും പുളിയും കുറയ്ക്കുക. ആ, എരിവും പുളിയും കുറയ്ക്കുക. പ്രിയ ഡോക്ടറാണോ പറഞ്ഞേ? അതെ. ആ, രാഖി പറഞ്ഞോളോ, എന്താണ് പഥ്യടോ? ഡോക്ടർ നിശ്ചയിച്ച മരുന്നിന് അനുസൃതമായിട്ട് നമ്മുടെ ആഹാര രീതികളെ മാറ്റം വരുത്തുന്നതിനെയാണ് പഥ്യമെന്ന് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ ആയിട്ടോ, ഇങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. മിടുക്കി. ഓക്കെ. അതായത് പഥ്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സിലാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. പഥ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗശമനത്തിന് ഉതകുന്ന ഒരു ശൈലി. മഴ എന്നും കൊണ്ടിട്ട് നമുക്ക് പനി വരുന്നതിനെ, അല്ലെങ്കിൽ പൊടി എല്ലാ ദിവസവും അടിച്ചിട്ട് നമുക്ക് അലർജി വരുന്നതിനെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടേ? അത് അബദ്ധ്യമായിട്ടുള്ള കാര്യമാണ്. പഥ്യമായിട്ടുള്ളത് പൊടിയിന്ന് ഒഴിവാവലാണ്. പുളി എന്നും കഴിച്ചു കഴിഞ്ഞാൽ തുമ്മലോ ബഹളോ ഒക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പുളി എന്ന് പറയുന്ന വസ്തു അവരുടെ അബദ്ധ്യമാണ്. പുളി ഒഴിവാക്കുന്നതാണ് അവർക്ക് പഥ്യം. ക്ലിയർ ആയോ? അതായത് പഥ്യത്തിനെ നമ്മൾ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പഥ്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ, അതാണ് പഥ്യത്തിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഈ വെരിക്കോസ് വെയിൻ പേഷ്യൻസിനൊക്കെ വരുമ്പോൾ ഞാൻ സാധാരണ പറയും കടലാമുദ്ര, വൻപയറൊക്കെ വളരെ കുറവേ ഉപയോഗിക്കാവൂ. അമിതമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ വെരിക്കോസ് അൾസർ ഒക്കെ വരുമ്പോൾ. ആ അൾസർ ഉള്ള പേഷ്യൻസ് ഓണക്കാലത്ത് പലപ്പോഴും എനിക്ക് പണി തരാറുണ്ട്. എന്താ കാര്യം? നോഹിച്ചു പറഞ്ഞേ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തായിരിക്കും കാര്യം. ഓണക്കാലത്ത് അവർ ചിലപ്പോ പുളിയിഞ്ചിയും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമല്ല, മെയിൻ സാധനം പുളിയിഞ്ചിയും നാരങ്ങക്കറി ഇത് നല്ലോണം അങ്ങോട്ട് കഴിക്കും. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, റീത്ത എന്ന് പറഞ്ഞിട്ടുള്ള വടക്കാഞ്ചേരി എന്നുള്ളൊരു പേഷ്യന്റ്. ഈ പേഷ്യന്റ് എന്താ അത്രയും ഉണങ്ങിയ ഒരു മുറിവാ. പക്ഷെ ഒരു സ്കൂളിൽ ഭക്ഷണം വെക്കുന്ന ഒരാളാ. അപ്പൊ അവരെന്താ ചെയ്തേ, ഈ ഓണക്കാലം ആയതുകൊണ്ട് പണി എളുപ്പമുണ്ടല്ലോ. അപ്പോ ആ ഓണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള സമയം മുഴുവൻ, വെക്കേഷനിൽ ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം പുളിയിഞ്ചിയും നാരങ്ങക്കറിയും കഞ്ഞിയും ഇതായിരുന്നു ആളുടെ ഭക്ഷണം. ഉണങ്ങിയ മുറിവ് നല്ല പാകമായിട്ട് തിരിച്ചങ്ങ് വന്നപ്പോ എനിക്ക് മനസ്സിലായില്ല ഇത് എന്താ പറ്റിയാവോ ദൈവം, എങ്ങനെ മുറിവ് മാറിപ്പോവാന്ന്. അപ്പൊ ഇത്രയും വഷളായതിന്റെ കാരണം ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, 1 വർഷം മുമ്പായിരുന്നു ഞാൻ ഡോക്ടർ പഥ്യാപഥ്യങ്ങൾ പറഞ്ഞു തന്നെ. 1 വർഷം കഴിഞ്ഞപ്പോൾ ആളത് മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ലാവിഷായിട്ട് ഈ പുളിയെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കാലിൽ പ്രയാസം ഉണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് നമ്മുടെ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഈ അടുത്ത്, ഞാൻ കേട്ടതാ. അപ്പൊ അതിനകത്ത് ഡോക്ടർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഒന്നും അമിതമാവരുത്. ചിലപ്പോ യൂട്യൂബിൽ ഒരു കാര്യം നമ്മൾ കണ്ടു, ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാൻ തോന്നും. ഒരു ദിവസം പരീക്ഷിച്ചാൽ അത് 1 മാസം ഒന്നും തുടർന്നേക്കരുത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെന്നല്ല, അതിലും വലിയ മഹത്തരമായിട്ടുള്ള രോഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരും. പിടിയിട്ടിയോ? അമിതമായിട്ടുള്ള ഇപ്പൊ യൂറിക് ആസിഡ് കൂട്ടുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഞാൻ ഈ കൂടുതൽ ഈ രക്തവാദം അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ ഈ ഡയബറ്റിക് ഫുഡ് പേഷ്യൻസിനെയൊക്കെ നോക്കുന്നതുകൊണ്ട് എന്റെ ഫോക്കസ് ഫുൾ അതിലേക്കാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങളും. അപ്പൊ ഇതൊക്കെ ഉണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് പലർക്കും കാലിന് വെരിക്കോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടില് ഭർത്താവിനുണ്ടാവും, അമ്മയ്ക്കുണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. പ്രമേഹം ഉണ്ടെങ്കിൽ കാലിൽ ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങുമോ? അപ്പൊ ഉണങ്ങണമെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു അവസ്ഥ കിട്ടണം, അപ്പോഴാണ് ഈ മുറിവ് ഉണങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക്സിന്റെ സഹായത്തോടെയാണ് മുറിവിനെ ഉണക്കുക. നമ്മുടെ ശരീരത്തിനൊരു കഴിവുണ്ട്, ആ കഴിവിനെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ ആയുർവേദം ചെയ്യുക. പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്സ് ഒട്ടനവധി ഉണ്ട് നമ്മുടെ നാട്ടില്. ഈ നാട്ടിലുള്ള നമ്മളുടെ ഈ ഇന്ത്യൻ ശാസ്ത്രത്തിലുള്ള ഈ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്സിനെയൊക്കെ നമ്മളിലുള്ള എത്ര പേരെ എടുക്കണേ? നമ്മുടെ മനസ്സിൽ എന്താ, ഇതെല്ലാം കുറെ ചിട്ടയും വട്ടങ്ങളും എല്ലാം കൂടി മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ താ. അങ്ങനെയല്ല. സാധാരണഗതിയിൽ ഏതൊരു വ്യക്തിക്കും 1, 2, 3 ദിവസത്തെ ശുദ്ധീകരണ ചികിത്സയൊക്കെ ചെയ്യാൻ പറ്റുന്ന പൊതുജനത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ അതിന്റെ ബ്യൂട്ടി മനസ്സിലാവും, അതിന്റെ എഫക്റ്റ് മനസ്സിലാവും നമ്മുടെ ബോഡിയിൽ കേട്ടോ. അതിനൊക്കെ വേണ്ട ഇൻഫർമേഷൻസ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ വനിതാ ഡോക്ടർമാരും നിങ്ങൾക്ക് തരും. അപ്പൊ ആ
തരത്തിൽ നമ്മൾ ആയുർവേദത്തെ കാണുക. ശരീരത്തിന് ശുദ്ധീകരണത്തിന്റെ സമയമാണ് ഇപ്പൊ ഈ വർഷകാലമൊക്കെ. ശരീരത്തിന് കൂടുതൽ ശുദ്ധീകരണം നടക്കാൻ സാധ്യതയുള്ള ഒരു നല്ല ക്ലൈമറ്റ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ പ്രാവശ്യമാണെങ്കിൽ വലിയ വെള്ളപ്പൊക്കം ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു കംഫർട്ടബിൾ മഴയാണ് നമുക്ക് കിട്ടണേ. അപ്പോ ഈ സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്യുക. അതിന് വേണ്ടുന്ന ഇൻഫോർമേഷൻസ് നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടേഴ്സിനോട് ചോദിച്ചറിയുക. നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രത്തിനും എതിരെ കൊടി പിടിക്കുന്നവരല്ല. നമ്മൾ മനുഷ്യന് വേണ്ടി കൊടി പിടിക്കുന്നവരാ. മനുഷ്യനാണ് ആരോഗ്യമായിട്ട് ഇരിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഹോമിയോ ആണോ നല്ലത്, അലോപ്പതി ആണോ നല്ലത്, എന്താ പറയാ യുനാനി ആണോ നല്ലത്, അല്ലെങ്കിൽ എന്താ പറയാ ആയുർവേദമാണോ നല്ലത്? അങ്ങനെയൊന്നുമില്ല. ഏത് മനുഷ്യനും ഏറ്റവും ഗുണപ്രദമായ ശാസ്ത്രമുണ്ടോ ആ ശാസ്ത്രത്തെ നമ്മൾ സമീപിക്കുക. പിന്നെ ഒപ്പീനിയൻസ് നിങ്ങൾ ആയുർവേദ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് എടുക്കുക. കൃത്യമായിട്ടുള്ള ഒപ്പീനിയൻസ് ആയുർവേദ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്ന ഒപ്പീനിയൻസ് എടുത്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ആയുർവേദം എന്ന് പറഞ്ഞ ശാസ്ത്രം പഠിപ്പിച്ചേക്കുന്നത് തന്നെ നമ്മളെ രോഗം വരാതിരിക്കാനാ, സ്വസ്ഥനായിട്ടിരിക്കാനാ. അല്ല രോഗം വന്നിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകാനല്ല. നമ്മുടെ ഒന്നും ഒപ്പിയിൽ രോഗം വരുന്നത് ഞാൻ എപ്പോഴും കുട്ടികളോടൊക്കെ പറയും, എന്തെങ്കിലും ഒരു സമയത്ത് എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രമേഹമുണ്ട് ഡോക്ടറെ, എനിക്ക് വരാതിരിക്കാൻ എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് വരുന്ന ഒരു രോഗി എൻ്റെ ഒ പി വന്നാൽ ഞാൻ സന്തോഷവതിയാണ്. അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ കൊളസ്ട്രോൾ ഉണ്ട്, എൻ്റെ വീട്ടിലെ ഭക്ഷണക്രമം ശരിയല്ല, ഇനി അത് എനിക്ക് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇന്നും വന്നിട്ടില്ല. അപ്പൊ ആ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ നാടിന്റെ ആരോഗ്യം ശരിക്കും നന്നാവുക. അല്ലെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലുകളാണ് നന്നാവുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാജ വൈദ്യത്തിന്റെ പിന്നാലെ പോവാതിരിക്കുക. യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയ അടിസ്ഥാനമുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തു നിന്നുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. അത് ഏത് സയൻസ് ആയാലും അത് കളക്ട് ചെയ്യുക. പിന്നെ ആയുർവേദത്തിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ ലിവർ പോവും കിഡ്നി പോവും എന്നൊക്കെ പറയുന്ന പ്രൊപ്പഗൻഡയുടെ പിന്നാലെ പോയിട്ട് നിൽക്കാനുള്ളതല്ല ആയുർവേദ ഡോക്ടേഴ്സ്. കാരണം ഞങ്ങൾക്ക് അതിൻ്റെതായ എന്താ പറയുക ആധികാരിക വശമുണ്ട്. ആ ആധികാരിക വശത്തിന്റെ നല്ല അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശാസ്ത്രം നിൽക്കുന്നത്. അതിൽ ആയുർവേദ ഡോക്ടേഴ്സിന് ആർക്കും ഒരു കുലുക്കവും ഇല്ല, പേടിയില്ല. പിന്നെ ഈ പറഞ്ഞു നടക്കുന്നവർ പറഞ്ഞു നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നിർത്തിക്കോളും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന നമ്മുടെ ഇൻഫോർമേഷൻസ് എടുക്കുക, ഡോക്ടേഴ്സിനെ കണ്ടിട്ടുള്ള അഡ്വൈസ് എടുക്കുക. നിങ്ങളുടെയൊക്കെ പ്രകൃതി ഉണ്ടാവും ശരീരത്തിന്, ആ പ്രകൃതി അനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആ പ്രകൃതി അനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ പ്രകൃതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എല്ലാ രോഗങ്ങളും വന്നു ചേരും. കൊളസ്ട്രോൾ ആയാലും BP ആയാലും ഒക്കെ. ഇപ്പൊ BP ഉള്ള ഒരാളുടെ പ്രകൃതം എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു ആയുർവേദ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു തരും. അയാളുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയിട്ടും അയാളുടെ ആ സമയത്തെ ശരീരത്തിന്റെ അവസ്ഥ നോക്കിയിട്ടും മനസ്സിലാക്കി തരും. ഇപ്പോ മാസമുറ നിന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ സ്ത്രീകളിൽ പൊതുവെ കാണുന്നത് അമിതമായിട്ടുള്ള ചൂടാണ്. ആ സമയത്ത് അവര് നല്ലോണം എനിക്ക് പ്രോട്ടീൻ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറെ കാൽസ്യം വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ അങ്ങനെ അടിച്ചു കയറ്റി കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഒക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് പകരം കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്കത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ വരാതെ അവരുടെ ആ ഒരു സാഹചര്യം അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് അറിവ് വേണം, പഠിച്ചവരുടെ ഒരു സാമീപ്യം വേണം. അപ്പൊ അതിന് നിങ്ങൾ ഇൻഫോർമേഷൻസ് എടുക്കാൻ ആയുർവേദ ഡോക്ടേഴ്സിനെ പ്രത്യേകിച്ച് സമീപിക്കുക. ആ ഇൻഫോർമേഷൻസ് നിങ്ങൾ എടുത്തുപോയാൽ നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയുടെ മുഴുവൻ ഹെൽത്ത് അവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. കുറെ കഷായം കഴിപ്പിക്കാനല്ല ആയുർവേദ ഡോക്ടർമാർ ഇരിക്കുന്നത്, ആവശ്യം വേണ്ടുന്ന മരുന്നുകൾ കഴിപ്പിക്കാനാ കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇത്രയും നേരം എൻ്റെ ഈ പറയുന്ന ലെക്ചറൊക്കെ കേട്ട് ക്ഷമയോടെ ഇരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇങ്ങനൊരു വേദി എനിക്ക് തന്ന നമ്മളുടെ തൃശ്ശൂർ ജില്ലയുടെ വനിതാ കമ്മിറ്റിക്കും എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ഡോക്ടർ ഉത്തരം പറയുന്നതായിരിക്കും. എന്തും ചോദിക്കാം കേട്ടോ. ഈ ക്ലാസ്സിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാം. എന്തെങ്കിലും പറയാണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഡോക്ടർ നല്ല രസകരമായിട്ട് ക്ലാസ് എടുത്തു. ഇതിലിപ്പോ നമുക്ക് മനസ്സിന്റെ പ്രത്യേകത പറഞ്ഞു തന്നു, ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, അതുപോലെ ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഏതിനെ കുറിച്ചെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം തീർച്ചയായിട്ടും. ഭക്ഷണ കാര്യങ്ങള്,
ഫിഷ് പ്രോട്ടീൻ, ചെമ്മീന്റെ കഥകൾ, ഒരുപാട് അനുഭവങ്ങൾ കൂടി നമ്മളെ കൊണ്ടുപോയി. അപ്പൊ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കയറി, ഡോക്ടറുടെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തപ്പോ. പ്രിയ ഡോക്ടർ ലെഫ്റ്റ് ആയോ? പ്രിയ ഡോക്ടർ പോയി. ഹേമാലിനി ഡോക്ടർ എന്താ തോന്നുന്നു മ്യൂട്ടാണ്. ഹലോ മ്യൂട്ടാണ്. നമസ്കാരം. ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോ എനിക്ക് ഷുഗറിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പുറത്തായിരുന്നു ജോലി ചെയ്യുന്നത്, ഓവർസീസിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ആർക്കും ഷുഗർ ഇല്ല. അതിനു മുമ്പേ ഡോക്ടറെ ഇൻഫർമേഷൻ വളരെ നന്നായിരുന്നു. വളരെ, കാരണം ശരിക്കും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഡോക്ടറോട് നിന്ന് പറഞ്ഞു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ. ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ ഒരു എനിക്ക് മുമ്പ് ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഞങ്ങൾ ഓവർസീസിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഈ ഷുഗറിന്റെ ഒരു ഇഷ്യൂ വരാൻ തുടങ്ങി. അതിപ്പം ബോർഡർ ലൈനൊക്കെ ക്ലോസ് ചെയ്തു. ആവറേജ് HbA1c ഒക്കെ ഒരു 9 ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിപ്പം ഒരു 7 കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ജീവിതശൈലിയിലുള്ള മാറ്റം തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് കുറച്ച് റെഡ്യൂസ് ചെയ്തു, അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ സംശയം എന്ന് പറയുന്നത് ഇപ്പൊ HbA1c എപ്പോഴും ഡോക്ടർ അടുത്ത് പോയ ഡോക്ടർ പറയും HbA1c അത് എത്രയാണ്. ഇപ്പൊ എനിക്ക് ഒരു 15 years ആയി. അപ്പൊ ഞാൻ ഈ 15 yearsൽ ഞാൻ മാക്സിമം എനിക്ക് ഈ ഒരു ഏജിന്റെ ഒരു ഇതും കൂടി ഉണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ ഏതാണ് ശരിക്കും ഒരു ആവറേജ് നമ്മളൊരു സാധാരണ ഒരാൾ കൊണ്ടുവരേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത്? നമ്മൾ ബിലോ 6.5 മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ഈ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പ്രമേഹ രോഗി അല്ലാതെ തന്നെ നമുക്ക് പറയാം. പക്ഷെ ഈ ഒരു ഏജിൽ ആ 6.5 എത്താൻ പറ്റുമോ? നമ്മളെ ഏജും കൂടെ ഏജ് ഫാക്ടർ ഒന്നും ഒരു വിഷയമല്ല, നമുക്ക് പറ്റും അല്ലേ? നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചാൽ മതിയാവും. ഭക്ഷണത്തിന്റെ സമയവും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ചിട്ടയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റും. ചെറിയ അബ്ഡോമിനൽ എക്സസൈസ് കൂടെ ചെയ്യാം. അബ്ഡോമിനൽ എക്സസൈസ് പ്രമേഹം കുറയാൻ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മറ്റ് എക്സസൈസ് വാക്കിംഗ് ചെയ്യുന്നത് അത് വലിയ മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. എങ്ങനെയാണ്? വാക്കിംഗ് ചെയ്യുന്നത് നമുക്ക് ജനറൽ മെറ്റബോളിസം നന്നാവാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ പ്രമേഹത്തിനെ കുറയ്ക്കാനായിട്ട് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു മെയിൻ ഫാക്ടർ അബ്ഡോമിനൽ എക്സസൈസുകളാണ്. അബ്ഡോമിനൽ എക്സസൈസുകൾ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ പോലും നമുക്ക് മാറ്റങ്ങൾ വരും. ഒരു ടാബ്ലറ്റ്സ് ഇപ്പൊ കഴിക്കുന്നുണ്ട്, ഗ്ലിംസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് 0.1 mg കഴിക്കണത്. അതിനെ നമുക്ക് പതുക്കെ ഒരു ഗുളിക നരഗുളികയിലേക്ക് ആക്കാൻ സാധിച്ചാൽ നല്ലതാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രമേഹ രോഗികളോട് ഞാൻ പറയാറുള്ളത് ഒരു 6 times മോണിറ്ററിംഗ് നിങ്ങൾ സ്വയം ചെയ്യാൻ പറയും. 6 times മോണിറ്ററിംഗ് നമ്മൾ ചെയ്തു പോയാൽ രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകിട്ടത്തെയും ഭക്ഷണത്തിന് മുമ്പും പിമ്പും നമ്മളൊന്ന് മോണിറ്റർ ചെയ്ത് പോയാൽ ഒരാഴ്ച മോണിറ്റർ ചെയ്താൽ തന്നെ അത് നമുക്കുള്ള എന്താ പറയാ നല്ലൊരു ഗുണപാഠമാണ് പ്രമേഹ രോഗിക്ക്. ആ ഒരാഴ്ച നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഫ്ലക്ച്വേഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ഫ്ലക്ച്വേഷൻസിനെ നമ്മൾ കറക്റ്റ് ചെയ്താൽ പിറ്റേ ആഴ്ച ആ ഫ്ലക്ച്വേഷൻസ് കൂടെ നമുക്ക് ഒഴിവാവും. ഈ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം റെഡ്യൂസ് ചെയ്താൽ മതിയോ, അല്ല മറ്റുള്ള ഭക്ഷണങ്ങൾ, അതായത് മീൻസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യണോ? അങ്ങനെയൊന്നും. ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ ലിമിറ്റ് ചെയ്യണം. ഒത്തിരി മധുരമുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കരുത്. ഇപ്പൊ വാട്ടർമെലൻ പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മുന്തിരി, ഇതൊക്കെ നമുക്ക് കുറച്ച് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഇതൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്തേ കഴിക്കാവൂ. പിന്നെ പൊതുവെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്തേക്കുന്ന ഒരു കാര്യം, വൈകുന്നേരങ്ങളിൽ ഫ്രൂട്ട്സ് അധികം വേണ്ട. രാവിലെയും ഉച്ചയ്ക്കും നമുക്ക് ഫ്രൂട്ട്സും ആവാം. ഇപ്പൊ നമ്മൾ ഒരു ഡയബറ്റിക് ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഡയറ്റിന്റെയും തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ സാലഡ് ബൗൾ ആയാൽ നല്ലതാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് കുറച്ച് കുറവേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഓർഡർ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലതാണ്. കുറച്ച് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കഴിക്കാൻ വെച്ചേക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻസിനോടൊപ്പം തന്നെ കുറച്ച് കാർബ്സ് കഴിക്കാം. അതിന് മുമ്പ് നമ്മൾ സാലഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ചെറുപയർ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചേക്കാം. എന്തായാലും നമ്മൾ വെജിറ്റേറിയൻ ആണല്ലോ, അപ്പം ലൈറ്റ് ആയിട്ട് സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള പയറുകൾ കഴിക്കുക. കൂടുതൽ സ്പ്രൗട്ടഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്പ്രൗട്ടഡ് ചെറുപയറുകളൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. വൈകുന്നേരത്തെ ഭക്ഷണം നേരത്തെ ആണല്ലോ അല്ലേ? അതെ, 7:30 8 o'clock ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഓക്കെ, അത് മതി. ഇനി ആ നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റഡ് ആയി വന്നോളൂ.
ഓക്കെ. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ഈ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആണ്. അപ്പൊ എന്തായാലും പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലെത്തിയതാണോ? നാട്ടിലെത്തിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇയർലി ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് എടുക്കാൻ നോക്കുക. അതായത് ശുദ്ധീകരണ ചികിത്സകളൊക്കെ ഇയർലി ഒന്ന് എടുക്കാം. നമ്മുടെ അടുത്തുള്ള ആയുർവേദ സെന്ററുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്ത് ചെറിയ വെൽനസ് ട്രീറ്റ്മെന്റ്സ് എടുത്തു പോവാം. ഓക്കെ ഓക്കെ. അത് നമ്മുടെ ബോഡിക്ക് ഒത്തിരി ഗുണം ചെയ്യും. അതിലൊരു എക്സാമ്പിൾ പറഞ്ഞാല് അലോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് സോറിയാസിസിന് ട്രീറ്റ്മെന്റിന് വന്നപ്പോ അയാൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്, സോറിയാസിസ് അയാൾ തിരിച്ചു പോയി കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അയാളുടെ നമ്മൾ കൊടുത്ത മരുന്നൊക്കെ എയർപോർട്ടിൽ പോയി. തിരിച്ചു പോയപ്പോ എയർപോർട്ടിൽ പോയപ്പോ അയാൾക്ക് മരുന്ന് കിട്ടാൻ വഴിയില്ലാണ്ടായി. അപ്പൊ അയാൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് അയാൾ അലോപ്പതി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, ഡോക്ടറെ ഇത്രയും മെഡിസിൻസ് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഇപ്പോ ഞാൻ അലോപ്പതി മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റെ ബോഡിയിൽ നിന്ന് അസുഖം മാറി നിൽക്കുക. അപ്പൊ അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ചെയ്ത പ്യൂരിഫിക്കേറ്ററി ട്രീറ്റ്മെന്റ് എഫക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ പറയാൻ അയാൾ വിളിച്ചു. മരുന്ന് പോയതിന്റെ വിഷമം വേറെ, പക്ഷെ എന്നാലും അത് പറയാൻ അയാൾ വിളിക്കുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്. നമ്മളുടെ ആ ഒരു ശോധന ചികിത്സയുടെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ബോഡി അത്രയും പ്യൂരിഫൈഡ് ആയി കിട്ടും. ശരി, ഓക്കെ. ഒരുപാട് സന്തോഷം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ആരെങ്കിലും പഥ്യത്തിന്റെ ഇമ്പോർട്ടൻസ് ഡോക്ടർ പറഞ്ഞു. പ്രമേഹം പാരമ്പര്യമായിട്ടുണ്ടെങ്കിലും നമുക്കത് നമ്മുടെ വ്യായാമം ജീവിത രീതിയും കൊണ്ട് മാറ്റിയെടുക്കാം എന്നുള്ളതും ഡോക്ടർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അതെ ആര്യ ഡോക്ടറെ, എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ പ്രമേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പണ്ടേ ആഗ്രഹമാണ്. അപ്പൊ എനിക്ക് ഒരു ദിവസം പ്രമേഹം കണ്ടു കഴിഞ്ഞപ്പോ എനിക്കത് സഹിച്ചില്ല. അപ്പൊ അത് മാറ്റിക്കളയാൻ ഞാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ തീരുമാനിച്ച് അതിൽ നമ്മൾ പുറത്തു കിടന്നു. പിന്നെ എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതൊരു 10 വർഷം മുമ്പത്തെ കഥയാണ് കേട്ടോ, ഇപ്പോഴത്തെ അല്ല. നമ്മുടെ ഉറക്കം, അതുപോലെ വിശക്കുമ്പോ കഴിക്കുക എന്നുള്ളതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതെ, അല്ലാണ്ട് ടൈം വെച്ചിട്ട് നമ്മൾ കഴിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ഡോക്ടർ ഹേമമാലിനി രണ്ടു വാക്ക് പറയുമോ? കേക്കാലോ അല്ലേ? കേൾക്കാം ഡോക്ടറെ. ഡോക്ടറെ ഗുഡ് ഈവനിങ്. ആര്യ ഡോക്ടറെ വലിയ സന്തോഷം. ഞാൻ സത്യം പറഞ്ഞ ആയുർവേദത്തിന്റെ ഇതുവരെയുള്ള ക്ലാസ്സുകളൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഇന്നും എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ക്ലാസ് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഇന്ന് ക്ലാസ്സിന് കയറാൻ പറ്റിയതാണ്. ഭയങ്കര സന്തോഷം തോന്നി. ലൈസ ഡോക്ടറുടെ ഒരു ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത് അത്രയും എന്താ വെച്ചാൽ നമ്മള് പലരും, ഇപ്പൊ ഞാനും ക്ലാസ് എടുക്കാറുണ്ട്, ക്ലാസ് എടുത്താല് അത് പ്രാവർത്തികമാക്കണം ജീവിതത്തിൽ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിൽ അവര് അത്രയും പേരെങ്കിലും നമ്മുടെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ പലരുടെയും ചോദ്യങ്ങൾ കേട്ടപ്പം തോന്നി എല്ലാവരും ക്ലാസ് കുറച്ചു പേരായാലും നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയുർവാണിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം തരുന്നു. അതുപോലെ ഇപ്പം എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നതാണ്. ലൈസ ഡോക്ടർ പറഞ്ഞില്ലേ ഒരു നമ്മുടെ വെരിക്കോസ് അൾസറില് എനിക്കും ഇതേ സെയിം അനുഭവം ഉണ്ടായി. 3 വർഷമായിട്ട് അലോപ്പതി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് മാറാതിരുന്ന ഒരു കേസ് നമ്മൾ കൊണ്ടുവന്ന് നല്ല ഒരുവിധം അവർക്കൊരു 3 ഇഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു വൂണ്ട്. അന്നിങ്ങനെ കൊണ്ടുവന്ന ട്രീറ്റ്മെന്റ് അവര് നന്നായിട്ട് ചെയ്തിരുന്നു കേട്ടോ. പത്തിയൊക്കെ നോക്കി. അത് ഒപിയിലാണെന്ന് ആലോചിക്കണം. ഞാൻ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒപിയില്, അല്ലാണ്ട് വീട്ടിൽ പോലും അല്ല. അങ്ങനെ ചെയ്ത് ഒരു 1/2 ഇഞ്ചിന്റെ താഴെ ഉണങ്ങാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷമായി. എപ്പോ വന്നാലും സന്തോഷക്കരച്ചിലൊക്കെ. പിന്നെ കുറച്ച് നാളത്തേക്ക് ഈ പേഷ്യന്റിനെ കാണാനില്ല. അത് കഴിഞ്ഞൊരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവര് വന്നപ്പിണ്ട് ആകെ കൊള്ളായിരിക്കും. എന്താ ചോദിച്ചപ്പോ ഇവർക്കൊരു ഐഡിയ ഇല്ല. നമ്മളാണെങ്കിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അതിനിങ്ങനെ ചെകഞ്ഞ് വന്ന് ലാസ്റ്റ് അപ്പോഴാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കുറച്ച് നാളായിട്ട് മകളുടെ വീട്ടിൽ പോയിരിക്കായിരുന്നു. അവിടെ നോ ഫുഡ് കൺട്രോൾ. എന്നിട്ട് പിന്നെ വീണ്ടും അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് നാള് കഷ്ടപ്പെടേണ്ടി വന്നു. അവർക്ക് തന്നെ മനസ്സിലായി ഇന്ന കാരണം കൊണ്ടാണ് അത് പ്രശ്നമായതെന്ന്. അപ്പൊ പഥ്യത്തിന് ഒരു വലിയ റോളുണ്ട് നമ്മുടെ പ്രത്യേകിച്ചും ആയുർവേദത്തില് എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നൊരു അവസരമായിരുന്നു.
അതെ. എന്തായാലും വലിയ സന്തോഷം. ലൈസ ഡോക്ടർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അരി ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തു പോണ അരി ഡോക്ടർക്ക് നന്ദിയുണ്ട്. താങ്ക് യു. ഹാപ്പി ഓണം ടു ഓൾ. താങ്ക് യു ഡോക്ടർ. ഗുഡ് നൈറ്റ്. ഓക്കെ. മറ്റേ ഹാപ്പി ഓണം സോണിന്റെ ഡോക്ടർ. മീറ്റിംഗ് ഉണ്ട്. അരി ഡോക്ടർ സോണിന്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അത് കാരണം പതുക്കെ ലെഫ്റ്റ് ആവണം കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് ബൈ. യു. ഗുഡ് നൈറ്റ്. താങ്ക് യു ഡോക്ടർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഇനി ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം തൃശ്ശൂർ അയ്യന്തോള് വൈദ്യമന്ദിരം, അതുപോലെ ചാലക്കുടി, ഇരിങ്ങാലക്കുട മാക്കേയർ, പിന്നെ മുല്ലശ്ശേരി, ഇത്രയും സ്ഥലങ്ങളിൽ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡോക്ടറുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടറിന്റെ നമ്പർ പറയും. എന്റെ നമ്പർ ആണോ? അതെ, 984 984 666 666 44 44 19. ഓക്കെ. ഡോക്ടർ ലൈസ ബിജോയ്. ഡോക്ടർ ലൈസ ബിജോയ് 984 666 4419. അതെ. താങ്ക് യു ഡോക്ടർ. ഇനി ആർക്കും ശരിയാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഞാൻ മറുപടി പറയാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ ലൈസ താങ്ക് യു ബിജോയ്. ഡോക്ടർ. വനിതാ കമ്മിറ്റിയുടെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും നന്ദി, സന്തോഷം. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളിലും കൂടി ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റുള്ളവരിലേക്കും കൂടി ഇതിന്റെ ഒരു ലിങ്കും അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകൾ ആയുർവേദത്തെ പറ്റി അറിയട്ടെ. സന്തോഷം. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു ഡോക്ടർ. ഈശ്വരാ.